ഇന്ന് നമ്മൾ ഈ കോട്ടിന് പോക്കറ്റ് എങ്ങനെ കട്ട് ചെയ്ത് തയ്ക്കാമെന്ന് നമുക്ക് വിശദമായി പഠിക്കാം. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ ഇതേപോലെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. കോട്ടിന് പോക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയാണോ പോക്കറ്റ് വേണ്ടത് അവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. സൈഡിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മാറ്റി ഇതേപോലെ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമ്മൾ പോക്കറ്റ് ചെയ്തെടുക്കേണ്ടത്. പോക്കറ്റ് ചെയ്യാനായിട്ട് 2 സൈഡ് മടക്കി വരുമ്പോഴത്തേനും നമുക്ക് എത്രയാണോ പോക്കറ്റിന് നീളം വേണ്ടത് ആ പീസ് അവിടെ നമുക്ക് എടുത്തിട്ട് നമ്മൾ പോക്കറ്റിൻ്റെ വീതി ഏറ്റവും കുറഞ്ഞത് ഒരു 4.5 ഇഞ്ച് വീതി എടുക്കണം, കൈ കയറാനായിട്ടുള്ളതിന് വേണ്ടിയിട്ട്. ആ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തേക്കും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ മാർക്ക് ചെയ്തെടുത്തതിൻ്റെ പുറത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ പോക്കറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു നീളത്തിലുള്ള പീസാണ് എടുക്കുന്നത്. ഒരു 10 ഇഞ്ച് നീളത്തിലും നമ്മൾ ഒരു 5 ഇഞ്ച് വീതിയാണ് എടുക്കുന്നതെങ്കിൽ 7 ഇഞ്ച് വീതിയുള്ള തുണിയാണ് നമ്മൾ പോക്കറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിൻ്റെ നീളഭാഗം താഴേക്കും മേൽഭാഗത്ത് ഒരു 1.5-2 ഇഞ്ച് മാത്രമാണ് മേലേക്ക് കിടക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ തുണി ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ മാർക്ക് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 4.5 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൂട്ടി 4.5-5 ഇഞ്ച് നീട്ടിയെടുത്തില്ലേ, അതിൻ്റെ 2 സൈഡിലേക്കും 1 ഇഞ്ച് തയ്യൽ തുമ്പ്, 1 ഇഞ്ച് 2 സൈഡിലേക്കും നീങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അവിടെ നമ്മൾ ഈ 1/4 ഇഞ്ചിൽ ചെയ്തെടുത്ത വശത്ത് നമ്മൾ ചതുരത്തിലിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ചതുരം വരുമ്പോഴത്തേനും നമ്മൾ നെക്കിനൊക്കെ കോൺ ഭാഗം നമ്മൾ മൂല കട്ട് ചെയ്തെടുക്കൂലേ, അതുപോലെ മൂലഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് പോകാത്ത രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് തിരിച്ചിട്ടിട്ട് അവിടെ പതിപ്പിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ അവിടെ നമ്മളിങ്ങനെ പതിപ്പിച്ചടിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ പതിച്ചടിച്ചതിന് ശേഷം താഴേക്ക് നീളത്തിൽ കിടക്കുന്ന ആ ഭാഗമില്ലേ, ആ ഭാഗം മേലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒരു ആ പോക്കറ്റിൻ്റെ അവിടെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ച് മേലേക്ക് വരുന്ന രീതിയിൽ ആ തുണി മേലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു ചെറിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ സൈഡിൽ കൂടെ 2 സൈഡിൽ നിന്നും ഇതിൻ്റെ മേലെ പോലെ ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിവിടെ ഇതുപോലെ 2 സൈഡിലും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിപ്പിച്ചടിക്കണം. അങ്ങനെ പതിച്ചടിച്ചതിന് ശേഷം തിരിച്ചിട്ട് അതിൻ്റെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ഈ താഴെ ഭാഗത്തെ ആ താഴോട്ട് കിടക്കുന്ന തുണിയില്ലേ, ആ തുണി നേരെ മേലേക്ക് തിരിച്ച് വെച്ച് 2 സൈഡിൽ നിന്നും മടക്കി അടിക്കുകയാണ് വേണ്ടത്. 2 സൈഡിലും ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു ഇഞ്ച് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലേക്ക് വിട്ടില്ലേ, ആ സൈഡിൽ നിന്ന് മടക്കി അടിച്ച് 2 സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് അതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്ത് മാത്രം തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കൂടെ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കോട്ടിൻ്റെ ഇന്നർ പോക്കറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കണം. എന്നാൽ മാത്രമേ അടുത്ത ഇതേപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തയ്യൽ അറിയാവുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.